നമസ്കാരം, ഞാൻ സജി മാത്യു. ഇൻഷുറൻസ് ഇൻസ്പയറിലേക്ക് സ്വാഗതം. നമുക്കൊരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വാളിഫൈ ചെയ്യും. ക്വാളിഫൈ ചെയ്ത ലീഡ് നമ്മുടെ പ്രോസ്പെക്റ്റ് ആക്കും. ഈ പ്രോസ്പെക്റ്റിന് നമ്മൾ പ്രസൻറ്റേഷൻ നടത്തും. അടിപൊളി പ്രസൻറ്റേഷൻ നടത്തും. കസ്റ്റമർക്ക് ഇഷ്ടമാകും, നമ്മളെയും ഇഷ്ടമാകും, പ്രൊഡക്റ്റും ഇഷ്ടമാകും, കമ്പനിയെയും ഇഷ്ടമാകും. എന്നിട്ടും ആ പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങുന്നില്ലെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് കമ്പനിയെ ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, സെയിൽസ്മാനെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയില്ലെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ കസ്റ്റമർക്ക് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം, ഈ കസ്റ്റമറിൽ ഫണ്ട് ഉണ്ടോ എന്ന്. ഫണ്ടിൽ ഇല്ലാത്തത് കൊണ്ടാകും ഈ പ്രൊഡക്റ്റ് വാങ്ങാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ നേരിട്ട് കസ്റ്റമറോട് ചോദിച്ചാൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങാത്തതെന്ന് ആ കസ്റ്റമർ ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ EMI ഓപ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പാർട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി ക്രെഡിറ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് നടത്താം. ഈ പണമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയ പണത്തിന് മന്ത്ലി എങ്ങനെയെങ്കിലും ആ പണം അദ്ദേഹത്തിന് ഒന്നിച്ച് പേയ്മെൻറ്റ് ചെയ്യാത്ത രീതിയിൽ ആക്കി കൊടുക്കേണ്ടത് ഒരു സെയിൽസ്മാൻ്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമതായിട്ട് വരുന്നത് ടൈം. കസ്റ്റമർക്ക് നമ്മുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റിയെന്നിരിക്കില്ല. ഉദാഹരണം, തിരക്കുള്ള ഒരു കസ്റ്റമറാണ് ആണെങ്കിൽ അന്ന് നമ്മളുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ അവിടെ എത്തി ആ പ്രൊഡക്റ്റ് നമ്മൾ അവിടെ എത്തി തന്നെ സെയിൽ ചെയ്യണം. ഉദാഹരണത്തിന് നമുക്ക് ഒരു വണ്ടി സർവീസിങ് ആണെങ്കിൽ നമ്മൾ എത്ര വലിയ സ്ഥാപനമായാലും കസ്റ്റമർ വീട്ടിൽ ചെന്ന വണ്ടി എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്ത് വീട്ടിൽ അതേപോലെ എത്തിച്ചു കൊടുത്താൽ ആ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി സർവീസ് ചെയ്യാൻ നമ്മളെ ഏൽപ്പിക്കും. മൂന്നാമതായിട്ട് വരുന്നത് നീഡ്. ഒരു കസ്റ്റമർക്ക് അറിയില്ല തൻ്റെ പ്രൊഡക്റ്റ് എന്താവശ്യത്തിനാണ് വാങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആ കസ്റ്റമർക്ക് അദ്ദേഹത്തിന് ആ പ്രൊഡക്റ്റും കൊണ്ടുണ്ടാകുന്ന ഗുണം, നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ കസ്റ്റമർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം. ഉദാഹരണത്തിന് ഓരോ വർഷവും ഐഫോൺ ഇറങ്ങുമ്പോൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്താണ് ഇറങ്ങുന്നത്. ഈ കസ്റ്റമർക്ക് അറിയില്ല എന്ത് ഫീച്ചറാണ് ഇതിനകത്ത് ഉള്ളതെന്ന് കസ്റ്റമർക്ക് അറിയില്ല. കസ്റ്റമർ മേടിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്ക് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഫീച്ചർ അദ്ദേഹത്തിന് ആവശ്യമാണ് എന്ന് അദ്ദേഹം അറിയുന്നത്. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അത് എന്താണെന്ന് ആ പാർട്ടിക്ക് ഈ പ്രൊഡക്റ്റും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ തീരൂ. അങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ ആ പ്രൊഡക്റ്റ് അദ്ദേഹം വാങ്ങും. നാലാമതായിട്ട് അർജൻസി. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ എന്ത് ഗുണമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നതും അതിന് ഓഫർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ ദിവസവും എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടായിരിക്കണം. ആ ഓഫർ ഒരിക്കലും കസ്റ്റമർ നിരസിക്കാത്ത രീതിയിലുള്ള ഓഫറായിരിക്കണം. ആ ഓഫർ സെറ്റ് ചെയ്തൊന്നുമില്ലെങ്കിൽ ഇന്ന് വാങ്ങിയാൽ ഇന്ന ഗുണങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഈ മാസം വാങ്ങിയാൽ ഇന്ന ഗുണം കിട്ടും എന്ന് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു സെയിൽസ്മാൻ്റെ ഉത്തരവാദിത്തമാണ്. ലാസ്റ്റ്, ട്രസ്റ്റ്. എന്നിലുള്ള വിശ്വാസം മാത്രം പോരാ, എനിക്ക് ഇത്ര വർഷത്തെ അത് കസ്റ്റമർക്ക് എവിഡൻസ് വേണം. ഇത്ര വർഷമായി ഞാൻ ഈ ജോലിയിൽ ഇരിക്കുന്നു, 25 വർഷത്തെ സർവീസ്, എൻ്റെ കാര്യം പറയും 27 വർഷത്തെ സർവീസ് എനിക്കുണ്ട്. എനിക്ക് ആ ട്രസ്റ്റ് ധൈര്യമായിട്ട് എന്നിലുള്ള വിശ്വാസം കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ ഓരോ ആളുകൾക്കും കസ്റ്റമർക്ക് എന്താണ് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ സർവീസിനെ കുറിച്ചോ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ കൊടുത്ത് അവരെ വിളിപ്പിച്ചായാലും നമ്മളെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അവിടെ കൊടുക്കാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏത് കസ്റ്റമർക്കും നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ഒന്നാമതായിട്ട് മണി ഉണ്ടോ എന്ന് നോക്കുക. പണമില്ലെങ്കിൽ നമ്മൾ പണം പാർട്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ EMI അടയ്ക്കാനോ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാം. രണ്ടാമതായിട്ട് ടൈം. കസ്റ്റമറെ അടുത്ത് നമ്മൾ എത്തിച്ചേരുന്നത് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ എത്തിച്ച് തന്നെ കൊടുത്താൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് നീഡ്. അദ്ദേഹത്തിന് ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല, നമ്മൾ പറഞ്ഞ് ആ ഫീച്ചറും ബെനിഫിറ്റും അതുകൊണ്ടൊരു അഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞ് തന്നെ കസ്റ്റമർക്ക് കൊടുക്കണം. നാലാമതായിട്ട് അർജൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓഫർ സെറ്റ് ചെയ്യുക. ഓഫർ സെറ്റ് ചെയ്താൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അഞ്ചാമതായിട്ട് ട്രസ്റ്റ്. കമ്പനിയെ പറ്റിയുള്ള ട്രസ്റ്റ് അദ്ദേഹത്തിനുണ്ടാവും, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ട്രസ്റ്റ് ഉണ്ടാവും, സെയിൽസ്മാനിന് ട്രസ്റ്റ് ഉണ്ടാകണം. ആ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ കസ്റ്റമറിൽ നിന്നുള്ള
റിവ്യൂവും നമ്മൾ കാണിച്ചു കൊടുത്താൽ ഈ 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ ഏത് കസ്റ്റമർക്കും നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. നന്ദി സുഹൃത്തുക്കളെ, നമസ്കാരം. താങ്ക് യു ടു ഓൾ.